ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺപാക്കിംഗ് വീഡിയോ ആണ്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ഞാൻ ബോട്ടിലൊന്നും ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആക്കി വെക്കുമ്പോഴത്തേക്കും നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ചക്കവറ്റിലാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗവും തീർന്നു, ഇതിൻ്റെ ഫുൾ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ തിന്ന് തീർത്തു. ഇതിപ്പോൾ ഞാനൊരു 2 days കഴിഞ്ഞിട്ടാണ് ഞാനിതെല്ലാം അൺപാക്ക് ചെയ്യണത്, ബാക്കിയുള്ള ഐറ്റംസ്. അപ്പം ആദ്യം ചക്കവറ്റിലെടുത്ത് ഒരു ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് ആക്കി വെക്കുന്നത് നമ്മുടെ മിക്സ്ചറാണ്. അമ്മ കുറച്ച് ഈ ചക്കവറ്റിലൊക്കെ അമ്മ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ മിക്സ്ചർ എടുത്ത് വെച്ചോണ്ടിരിക്കുവാണേ. കുറേ അധികം സാധനങ്ങൾ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും സ്നാക്സ് ഉണ്ടായിരുന്നു, അച്ചാറുകൾ ഉണ്ടായിരുന്നു, അവലോസ് പൊടി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കാണാമേ. നെക്സ്റ്റ് അവലോസ് പൊടിയാണ്. അതും അമ്മ ഉണ്ടാക്കിയത് തന്നെയാണ്. അതായത് രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓഫീസിലൊക്കെ പോകുമ്പോഴും അല്ലെ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ ഇതും പഴവും കൂടി കൂട്ടി കഴിച്ചാലും മതി, നല്ല ടേസ്റ്റാണ്. അപ്പം മിക്കവാറും ഇപ്പോഴത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ അവലോസ് പൊടിയും അതേപോലെ പഴവുമാണ്. പിന്നെ വേണമെങ്കിൽ ഒരു ബോയിൽഡ് എഗ്ഗും ആകാം. അപ്പം അത് ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഈ 2 ബോട്ടിൽസ് ഞാൻ വന്നപ്പോഴേ ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. അതായത് പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബാക്കി വന്ന ഈ ബനാന ചിപ്സൊക്കെ ആ 2 ബോട്ടിലിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വന്ന് ഈ വലിയൊരു ബോട്ടിലെല്ലാം ആക്കി വെക്കുകയാണ്. കുറച്ച് അമ്മ വറുത്തതും കുറച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതുമാണ്. പിന്നെ ഈ ബോട്ടിൽസ് ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാനിങ്ങനെ പുതിയത് പോയി വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ആ 2 ബോട്ടിൽസ് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു ടൈപ്പായിട്ട് ഇരിക്കുന്നതും ഇതെല്ലാം സെയിം ആയിട്ടിരിക്കുന്നതും ഈ ബോട്ടിൽസ് എല്ലാം. അപ്പം നമ്മൾ ഇത് ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മാങ്ങാച്ചാറാണ്, ഉണക്കിയ മാങ്ങാച്ചാറാണ് നമ്മളിനി അടുത്തത് ഒരു ബോട്ടിലേക്ക്, ഗ്ലാസ് ബോട്ടിലിൽ വേണം അത് സെറ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. അപ്പം ആ ഒരു ബോട്ടിലിൽ ഞാനിങ്ങനെ കഴുകി എല്ലാം സെറ്റാക്കി ഉണക്കിയെല്ലാം വെച്ച് വന്നപ്പോഴത്തേക്കും കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും തികഞ്ഞില്ല.
പിന്നെയും ഞാനത് മാറ്റി. അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. കുറച്ച് പാതിയോളം ഞാനിങ്ങനെ നിറച്ച്, പാതിയല്ല ഫുള്ള് നിറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് തികയൂലാണ്. പിന്നെ ഞാൻ വേറൊരു വലിയൊരു ബോട്ടിലെടുത്ത് അതിലേക്കാണ് ഞാൻ പിന്നെ രണ്ടാമതിട്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. കണ്ട, അതിൽ എല്ലാം ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എണ്ണമയമൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൈ ഇപ്പം ഞാൻ കാണിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും നല്ല എണ്ണമയമായിരുന്നു. അപ്പം എണ്ണമയമൊക്കെ താഴെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മാങ്ങയെല്ലാം സെറ്റ് ചെയ്ത് ഫുള്ളായി വന്നപ്പോഴാണ് മനസ്സിലായത് അത് തികയൂലാന്ന്. പിന്നെ ഞാൻ പിന്നെയും അതെല്ലാം മാറ്റി അപ്പുറത്തോട്ടിട്ട് പിന്നെയും എല്ലാം സെറ്റ് ചെയ്ത് ആക്കി വെക്കുമായിരുന്നേ. ഈ ഒരു വലിയ ബോട്ടിൽ ഞാനെല്ലാം ആക്കി വെച്ചു. അപ്പോൾ നമ്മൾ ബനാന ചിപ്സും മിക്സ്ചറും അവലോസ് പൊടിയും ചക്കവറ്റിലും 2 ടൈപ്പ് ഓഫ് മാങ്ങാച്ചാറും അലുവയും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. കാര്യം കൂടി നിങ്ങളെ കാണിക്കാനായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചമ്മന്തിപ്പൊടി ഞാൻ കാണിക്കാൻ മിസ് ചെയ്തായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു പാക്ക് ചെയ്തത്. പിന്നീടാണ് ഞാൻ ഓർത്തതും അത് ഞാൻ പിന്നെ ഒരു ബോട്ടിലാക്കിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകം അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുവാ മോളെ വേറെ കൊണ്ടുവരണ്ടേന്ന് ചോദിച്ചപ്പം ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം, അമ്മ എനിക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും എനിക്കൊരു ചക്ക കൊണ്ടുവരാൻ മറക്കല്ലേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് വരിക്കച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അമ്മ വലിയൊരു ചക്ക തന്നെ അമ്മ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പൂളി നല്ല മധുരമായിരുന്നു. അയ്യോ, എനിക്കൊന്ന് ഞാനൊരു 1.5 വർഷമായി ഞാൻ കഴിച്ചിട്ട്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പം അതെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ എനിക്ക് ചക്കയിലയുടെയും ചക്ക കുഴുക്കട്ടയും അതേപോലെ അത് വെച്ചിട്ട് ചക്ക കൊണ്ടുള്ള കുറേ ഐറ്റംസ് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വ്ളോഗിൽ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇത്രയുള്ളായിരുന്നു. ബൈ.